പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ആഗ്രയിലൊരു ഹോട്ടലിലാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. ഞാനും അരുണേനൊക്കെ ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. രാവിലെ തന്നെ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയുടെ പാടയാണ് കേട്ടോ ഈ കോല് പോലെ കാണുന്നത്. ഇളക്കിയപ്പോൾ ഇതാ ഇങ്ങനെയായിട്ടുണ്ട്. ഇന്നലെ അത്യാവശ്യം ലേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെ വ്യൂ എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതാ കർട്ടൻ താഴ്ത്തിയിട്ടോ. അപ്പോൾ താജ്മഹലിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡി ആവണം. അപ്പം ഇനി റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ സൺറൈസ് കാണാൻ പോകണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൂര്യോദയത്തിൽ താജ്മഹൽ ഒരു പ്രത്യേക തിളക്കാന്നൊക്കെ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ക്ഷീണം കൊണ്ടും രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടും ഒക്കെ എണീറ്റ് റെഡി ആയി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല വെയിലൊക്കെ കാണാനുണ്ട്. ഒരു 6 മണി 6:30 നേരത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ ഇഷ്ടം പോലെ നല്ല ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ, റെസ്റ്റോറൻ്റ് ഒന്നും പറയാനില്ല, ഒരു ചെറിയൊരു കട, അവിടെ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഞങ്ങൾ മസാല ദോശയും ഇഡ്ഡലിയൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദോശ തരക്കേടില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇഡ്ഡലി ഒരു രൂപയ്ക്ക് കൊള്ളില്ലായിരുന്നു കേട്ടോ. റവ ഇഡ്ഡലി ആയിരുന്നു. പോരാത്തത് അതിൽ ചെറിയ മണൽ പോലെയൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം കഷ്ടപ്പെട്ട് കുറേയൊക്കെ കഴിച്ച് കുറേയൊക്കെ ബാക്കി വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. വിചാരിച്ച പോലെ തന്നെ ഭയങ്കര തിരക്കൊന്നും കാണാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയൊരു QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഓൺലൈനായിട്ടൊക്കെ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് താജ്മഹലിലേക്ക് പോകണമെങ്കിൽ ഇതാ ഇതുപോലത്തെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ. ഈ ബസ്സിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. കുറേ പേര് കണ്ടോ ബസ്സിൽ കയറിയിരിക്കുന്നു. ഈ ബസ് നേരെ താജ്മഹലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പം ഞങ്ങളിതാ ഏത് ബസ്സിൽ കയറുമെന്നുള്ള ഒരു ഇതിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. വന്നപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. ഞങ്ങൾക്കൊരു ബസ്സിന് ഏറ്റവും ലാസ്റ്റ് സീറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ബാക്കിലായതുകൊണ്ട് തന്നെ വഴിയൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ സമയത്ത്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി താജ്മഹൽ കാണുന്ന സമയത്ത് നല്ല മഴ പെയ്യോ, നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ സുഖമായിട്ട് കാറ്റും മഴയും ഒക്കെ ആസ്വദിച്ചതാ ഞങ്ങളവിടെ ബസ്സിൽ ചെന്ന് ഇറങ്ങി. ഞങ്ങളെക്കാളേറെ ഈ യാത്ര ഇഷ്ടപ്പെട്ടത് തക്കുടൂനായിരുന്നു കേട്ടോ. കുറേ ദൂരമൊന്നുമില്ല, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കുള്ളൂ. വണ്ടി നിർത്തി ഉള്ളിൽ കയറുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു കണ്ണടയുടെ ഷോപ്പ് കണ്ടു. കുട്ടികൾക്കൊക്കെ 2-3 കണ്ണടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായി ഒന്ന് മഴ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ പതുക്കെ മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പിന്നെ ഞങ്ങൾ തൊപ്പി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വൈകിക്കാതെ തന്നെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെക്കിംഗ് ഉണ്ടായിരിക്കും. ജെൻസിനും ലേഡീസിനും വേറെ ആയിട്ടായിരിക്കും ചെയ്യുക. നമ്മുടെ ബാഗും നമ്മുടെ ബോഡി എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ വർഷങ്ങൾ കൊണ്ട് താജ്മഹൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഓരോ വർഷവും താജ്മഹൽ നടത്തിയിട്ടുള്ള പുതുക്കിപ്പണികളും ഒക്കെ വർഷമടക്കം ഇതുപോലെ ചിത്രങ്ങളായി വെച്ചിട്ടുണ്ട്. താജ്മഹലിലെ ഇപ്പോൾ ഉള്ള മിക്ക ഭാഗങ്ങളും ഷാജഹാനുള്ളപ്പോൾ ഉള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. കുറേയൊക്കെ പുതുക്കിപ്പണിതപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. 1600-കളിലാണ് ശരിക്കും താജ്മഹലിന്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ താജ്മഹൽ ഇന്നും ഇതേ രൂപത്തിൽ നിൽക്കണമെങ്കിൽ കുറേയൊക്കെ പുതുക്കിപ്പണികൾ ആവശ്യമാണല്ലോ. 10,000-കണക്കിന് ആളുകൾ 22 വർഷത്തോളം പണിയെടുത്തിട്ടാണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. ഈ പണിക്ക് വേണ്ടിയിട്ട് അവർ 1000-കണക്കിന് ആനകളെയും കാളകളെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 1600-കളിലെ 500 കോടി രൂപയാണ് ഈ താജ്മഹലിന് വേണ്ടിയിട്ട് ഷാജഹാൻ ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിതാ താജ്മഹലിന്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രധാന കവാടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ആ കാണുന്നതാണ് പ്രധാന കവാടം. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ള പ്രകാശമായിട്ടാണ് താജ്മഹൽ നമ്മൾ ആദ്യം കാണുന്നത്. ഈ താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് വെളുത്ത മാർബിൾ കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശത്തിൽ അത് നന്നായിട്ട് തിളങ്ങും. സൂര്യപ്രകാശത്തിൽ മാത്രമല്ല ചന്ദ്രന്റെ നിലാവിലും ഇതിന് റിഫ്ലക്ഷൻ ഉണ്ടാവും. ഓരോ കാലാവസ്ഥയ്ക്കും ടൈമിനും അനുസരിച്ച് ഈ താജ്മഹലിനെ നമുക്ക് ഓറഞ്ചായിട്ടും പിങ്ക് ആയിട്ടും യെല്ലോ കളറിലും ഒക്കെ കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന കവാടത്തിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഫോട്ടോ ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ശിലായുഗങ്ങളെ കുറിച്ചും മനുഷ്യന്റെ പരിണാമങ്ങളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നോക്കിയായപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. കയറിയ ഉടനെ കുട്ടികൾ കുറച്ച് വാശിയും കുറുമ്പൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സെറ്റായി. ഒന്നാമത് ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഫീഡിംഗ് റൂം ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട ആ ഫോട്ടോ ഗാലറിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് അത് വരിക. കുട്ടികളുടെ മൂടൊക്കെ സെറ്റായപ്പോൾ ഞങ്ങൾ പതുക്കെ സാവധാനം എല്ലാം മെല്ലെ നടന്ന് കാണാൻ കേട്ടോ. ഈ താജ്മഹലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപോലെ നമുക്ക് തോന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. എല്ലാ ഭാഗവും ഒരുപോലെയാണ്. ഷാജഹാന് തന്റെ ഭാര്യമാരിലെ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് മുംതാസിനോടാണത്രേ. ഇവരുടെ ദാമ്പത്യത്തിന്റെ 18-ാമത്തെ വർഷം 14-ാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മരിക്കുന്നത്. അത്രയും ധനികനായിരുന്നിട്ടും അത്രയും അധികാരം കയ്യിലുണ്ടായിരുന്നിട്ടും ഭാര്യയുടെ ഈ മരണത്തിൽ ഷാജഹാൻ വളരെയധികം തകർന്നിരുന്നു. അങ്ങനെ ഭാര്യയുടെ മരണശേഷമാണെങ്കിലും ഭാര്യയ്ക്ക്
ഇങ്ങനെ ഒരു ശവകുടീരം നിർമ്മിക്കണം എന്ന് ഷാജഹാൻ ആഗ്രഹം തോന്നിയിട്ടാണ് ഈ താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന യമുനാ നദിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ താജ്മഹലിന്റെ അതേപോലെ തന്നെ ഒരു കറുത്ത താജ്മഹൽ പണിയണമെന്നും ഷാജഹാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല കേട്ടോ. ഈ യമുനാ നദി ദൂരേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും അടുത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഒരുപാട് മാലിന്യങ്ങൾ പോകുന്നത് കാണുന്നത്. നമുക്ക് ഈ താജ്മഹലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഷാജഹാന്റെയും മുംതാസിന്റെയും ശവകുടീരങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറി വിശദമായിട്ട് കണ്ടതുകൊണ്ടും എല്ലാം ഓർമ്മയുള്ളത് കൊണ്ടും ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വിസ്മയം നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.